മണിപ്പൂരിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ നിന്ന് വൻതോതിൽ ആയുധശേഖരവും കണ്ടെടുത്തു. അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, ഇപ്പോഴും പോരാട്ടം തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഷമ്മി, തീർച്ചയായും മണിപ്പൂരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും സുരക്ഷാ സേനയും ഈ മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോട് ആരംഭിച്ചിട്ടുള്ള ഈ ഏറ്റുമുട്ടലിൽ 10 തീവ്രവാദികളെ അല്ലെങ്കിൽ 10 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. മ്യാൻമാർ അതിർത്തിയായിട്ടുള്ള ചന്ദേൽ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. അസം റിഫൈൽസ് യൂണിറ്റുകളാണ് പ്രധാനമായും ഈ മേഖലകളിൽ മാവോയിസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചത്. ഇതിന് പിന്നാലെ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആയുധ സ്ഫോടക വസ്തുക്കളടക്കം സേനാ വിഭാഗങ്ങൾ ഈ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ രഹസ്യ വിവരമുണ്ടെന്ന അടിസ്ഥാനത്തിലായിരുന്നു പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയത്. കൂടുതൽ മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു സൂചനയും ഇപ്പോൾ സേനാ വിഭാഗങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ കൂടുതൽ സേനാ വിഭാഗങ്ങളെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ചന്ദേലിലെ ന്യൂ സാംതാൽ ഗ്രാമത്തിന് സമീപത്താണ് മാവോയിസ്റ്റുകളെ വധിക്കാനായിട്ടുള്ളത്. ഇവരിൽ നിന്നും കൂടുതൽ ആയുധ ശേഖരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഷമ്മി, മണിപ്പൂരിൽ സുരക്ഷാ സേനയും നക്സലേറ്റുകളും തമ്മിൽ, മാവോയിസ്റ്റുകളും തമ്മിൽ സംഘർഷം, 10 ആൾക്കാരെ വധിച്ചിരിക്കുന്നു.